എല്ലാവർക്കും നല്ല നമസ്കാരം. തീർച്ചയായിട്ടും NSS ക്യാമ്പുകൾ, അത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലാണ് NSS ക്യാമ്പുകൾ നടക്കുക. NSS എന്ന് പറഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീം. ഞാൻ കോളേജ് തലത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ NSSൻ്റെ ദശദിന ക്യാമ്പുകളാണ് നടക്കാറ്. ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ സപ്തദിന ക്യാമ്പാണ് നടക്കുന്നത്. ഈ ക്യാമ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സാമൂഹിക സേവനത്തിൻ്റെയും നമ്മുടെ വ്യക്തിത്വ രൂപാന്തരീകരണത്തിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം കൈമാറുന്ന ക്യാമ്പുകളാണ് നാഷണൽ സർവീസ് സ്കീം കൈമാറുന്ന ക്യാമ്പ്. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് NSS വളണ്ടിയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറേ. തീർച്ചയായിട്ടും സർക്കാർ കുട്ടികൾക്ക് ഇടയിലേക്ക് ഈ സാമൂഹിക സേവനത്തിൻ്റെ ആശയങ്ങൾ കൈമാറുന്ന ഏറ്റവും മികച്ച സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം. വിആർപുരം സ്കൂൾ തവണ ഈ സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റ് സ്കൂളിലാണ്. ഇവിടെ എൻ്റെ പിറകിൽ കാണാം ഒരു സ്കൂൾ ബസ് കിടക്കുന്നത്. ഈ ബസ് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ കൊടുത്ത ബസ്സാണ്. പക്ഷേ ഈ ബസ് കാലക്രമേണ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. പക്ഷേ വിആർപുരം സ്കൂളിലെ കുട്ടികൾ വായനാമൂലയുടെ ഭാഗമായിട്ട് ഇന്ന് ഇത് ഒരു വായന വണ്ടിയാക്കി മാറ്റിയിരിക്കുകയാണ്. നിറയെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ബസ്സിൻ്റെ ഉള്ളിൽ പുസ്തകങ്ങൾ ശേഖരിച്ച് ഈ സപ്തദിന ക്യാമ്പിൽ വിആർപുരം സ്കൂളിലെ കുട്ടികൾ ഈ മണിച്ചേട്ടൻ നൽകിയ വാഹനം അത് വൃത്തിയാക്കി, അത് മണിച്ചേട്ടൻ നൽകിയത് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. പക്ഷെ അത് നശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ വിആർപുരം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ബസ് കഴുകി ശുചീകരിച്ച് അത് മഹത്തായ ആശയങ്ങൾ കൈമാറുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു ഗ്രന്ഥശാലയാക്കി മാറ്റിയിരിക്കുകയാണ്, വായന വണ്ടിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ആശയങ്ങൾ, പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ 2018 പ്രളയ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നത് കണ്ട് കോളറ കാലത്തെ പ്രളയം എന്ന് പറയുന്ന ഒരു പുസ്തകം പുസ്തകത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ആ പുസ്തകങ്ങളെല്ലാം തന്നെ പ്രളയത്തിൽ ഒഴുകിപ്പോയ പുസ്തകങ്ങളും ചെളിയേറി നശിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം സമയമെടുത്ത് അത് കഴുകി തിരിച്ചു കൊണ്ടുവന്നു. ദീപിക പത്രത്തിലൊക്കെ അതിൻ്റെ വാർത്ത വന്നിട്ടുള്ളതാണ്. പുസ്തകങ്ങൾ എന്നും നമുക്ക് മുതൽക്കൂട്ടാണ്, ഗ്രന്ഥങ്ങൾ എന്നും മുതൽക്കൂട്ടാണ്. വിആർപുരം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ നശിക്കപ്പെട്ട് കിടക്കുന്ന ഈ സ്കൂൾ ബസ്സിനെ അത് വീണ്ടും മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടൻ നൽകിയ സ്കൂൾ ബസ്സിനെ ഒരു വായനാ വണ്ടിയാക്കി മാറ്റി അതിനെ വീണ്ടും ഒരു ഉയർപ്പിലേക്ക് നയിച്ചിരിക്കുകയാണ്. വിആർപുരം സ്കൂളിലെ അധ്യാപകർക്കും, വിജീഷ് മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും, ഒപ്പം തന്നെ ചാലക്കുടി നഗരസഭയിലെ ജനകീയ കൗൺസിലർമാരായിട്ടുള്ള ഷിബു ആലപ്പൻ ചേട്ടനും ആലി ചേച്ചിക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരാണ്. ഈ കുട്ടികൾ ഇനിയും വളരട്ടെ. ഈ വായന വണ്ടി ഒരുപാട് കുട്ടികൾക്ക് ആശയങ്ങൾ കൈമാറാനും പുസ്തകങ്ങൾ എടുക്കാനും സാധിക്കുന്ന ഇടമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കലാഭവൻ മണി സമ്മാനിച്ച വാഹനം ഇനി വായന വണ്ടി. വിആർപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരാണ് ഉപയോഗിക്കാതെ കിടന്ന സ്കൂൾ വണ്ടിയെ തുറന്ന ലൈബ്രറിയാക്കി മാറ്റിയത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി വായന വണ്ടി സ്കൂളിന് സമർപ്പിച്ചു. 7 ദിവസമായി ഗവൺമെൻറ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന വിആർപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ സപ്തദിന ക്യാമ്പിൽ പുസ്തക പയറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വായനാ വണ്ടി ഒരുക്കി സ്കൂളിന് സമർപ്പിച്ചത്. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കലാഭവൻ മണി വർഷങ്ങൾക്ക് മുൻപ് വിദ്യാലയത്തിന് സമർപ്പിച്ചതാണ് ഈ വാഹനം. വാഹനത്തിൻ്റെ തുടർ ചിലവുകൾ PTA കമ്മിറ്റി തന്നെ കണ്ടെത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം. തുടക്കത്തിൽ ഇതിനാവശ്യമായ ചിലവുകൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നുവെങ്കിലും ഇത് ഓഡിറ്റ് വിഭാഗം തടഞ്ഞിരുന്നു. തുടർന്ന് PTA നേരിട്ട് ഫണ്ട് കണ്ടെത്തി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഡ്രൈവറുടെ വേതനം, ഇന്ധനം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഭാരിച്ച ചെലവുകൾ കണ്ടെത്താൻ PTA കമ്മിറ്റിക്ക് കഴിയാതെ വരികയും വാഹനം ഓടിക്കാതെ കിടക്കുന്നതിനാൽ തുരുമ്പെടുത്ത് നശിച്ചു പോവുകയുമാണ്.
ഇവിടെ നടന്നു വന്ന NSS ക്യാമ്പിൽ പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിനിടയിലാണ് ഉപയോഗിക്കാതെ കിടന്ന ഈ വാഹനം കുട്ടികളുടെയും പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ മാഷിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിന് ഈ വാഹനം ഉപയോഗപ്പെടുത്തി ഇത് ഈ വിദ്യാലയത്തിന് സമർപ്പിക്കുന്ന കാര്യം ജനപ്രതിനിധികളോടും സ്കൂൾ PTA ഭാരവാഹികളോടും സംസാരിച്ചതിനെ തുടർന്ന് എല്ലാവരും ഈ ആശയത്തെ അംഗീകരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ തന്നെ വാഹനവും അതിനോട് ചേർന്ന സ്ഥലവും വൃത്തിയാക്കിയും കഴിയാവുന്ന വിധം മനോഹരമാക്കിയും വായനാ വണ്ടിക്ക് രൂപം നൽകി. ക്രിസ്തുമസ് പ്രമാണിച്ച് ഒരു ദിവസം ക്യാമ്പിന് അവധിയായതിനാൽ വീടുകളിൽ പോയി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ തിരിച്ചെത്തിയത് 200ഓളം പുസ്തകങ്ങളുമായാണ്. ഈ പുസ്തകങ്ങൾ വാഹനത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിലായി സജ്ജമാക്കി. സ്കൂൾ മുറ്റത്തെ ഓപ്പൺ ലൈബ്രറി എന്ന അനുഭവം ഇതിലൂടെ വിദ്യാർത്ഥികൾ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. മലയാളത്തിൻ്റെ മഹാ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിനുള്ള സമർപ്പണമായി വായനാ വണ്ടി വിദ്യാലയത്തിന് സമർപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. കൗൺസിലർ ഷിബു ആലപ്പൻ, NSS പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ, സ്കൂൾ HM ജയശ്രീയെ, PTA പ്രസിഡന്റുമാരായ ജോഫിൻ ജോസ്, ധനീഷ് VH, NSS ലീഡർമാരായ കൃഷ്ണജിത്ത് KV, നിയ ഗ്രേസ് ബെന്നി, SMC ചെയർമാൻ VV വേലായുധൻ, സുനിൽ ഉടുമ്പത്തറയിൽ, ജെയ്സൺ KK എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി വിജയരാഘപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സപ്തദിന ക്യാമ്പിന് വേണ്ടി എത്തിച്ചേർന്നത് ചാലക്കുടി നഗരസഭയുടെ കീഴിലുള്ള നമ്മളുടെ ഈ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഫലപ്രദമാണ്. അറിവും തിരിച്ചറിവും ഒക്കെ കിട്ടുന്ന ഒരു ക്യാമ്പായിട്ട് പ്രത്യേകിച്ച് വിജീഷ് ലാൽ മാഷ്, പ്രിയപ്പെട്ട PTA പ്രസിഡൻറ്റുമാർ, ഇവിടുത്തെ പ്രസിഡൻറ്റും VR പുരം സ്കൂളിലെ പ്രസിഡൻറ്റ്, PTA പ്രസിഡൻറ്റുമാരുടെയൊക്കെ സാന്നിധ്യം, വാർഡ് കൗൺസിലറുടെ സാന്നിധ്യമൊക്കെ, പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ സാന്നിധ്യം, പാരൻസ് എല്ലാവരുടെയും ഒരു സാന്നിധ്യം കൊണ്ട് നമ്മളുടെ മക്കൾ 7 ദിവസം വളരെ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പിന് നേതൃത്വം കൊടുക്കാനായിട്ടൊക്കെ സാധിച്ചു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഇവർ ഈ ക്യാമ്പ് ശ്രദ്ധേയമായത് സ്നേഹാരാമം പദ്ധതിയാണ്. ഇന്ന് ഈ വർഷം ഇവിടെ വന്നപ്പോൾ ഉദിച്ച ആശയം മാഷ് പറഞ്ഞു. അങ്ങനെ പുസ്തക വണ്ടിയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് നമ്മൾ ഈ വണ്ടിയിൽ പുസ്തകം ഇന്നത്തെ അതിൻ്റെ ആ ചടങ്ങിലാണ് ഇന്നലെ രാത്രി കേരളത്തിൻ്റെ മഹാ എഴുത്തുകാരൻ എല്ലാമായ MT വാസുദേവൻ നായരുടെ നിര്യാണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുശോചനവും അനുസ്മരണവും ഒക്കെ തന്നെ ആയിക്കൊണ്ട് ഇന്ന് ഈ വണ്ടി നാടിന് സമർപ്പിക്കുകയാണ്. മഹാ എഴുത്തുകാരൻ എന്നുവെച്ചാൽ വിശേഷണങ്ങൾക്ക് അതീതമായ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, സംവിധായകനാണ്, അങ്ങനെ അധ്യാപകനാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളാണ് നമുക്ക് മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട MT വാസുദേവൻ നായരുടെ ആ ഒരു ഓർമ്മയിലാണ് ഇന്ന് ഈ പുസ്തകവും വണ്ടി നമുക്ക് ഇവർ തരുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് 4 വിദ്യാലയങ്ങളാണുള്ളത്. ആ വിദ്യാലയത്തിലെ എല്ലാ മക്കൾക്കും പൊതുജനങ്ങൾക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ. ഈ സപ്തദിന സഹവാസ ക്യാമ്പിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരു പ്രൊജക്റ്റായിരുന്നു പുസ്തക പൈറ്റിൽ കുട്ടികൾ കളക്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ ആ ക്യാമ്പ് ചെയ്യുന്ന സ്കൂളിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വണ്ടി കാണുന്നതും കുട്ടികളത് ഞാൻ പറയുന്നതിന് മുമ്പേ ഇത് വൃത്തിയാക്കി തുടങ്ങി. അപ്പോഴാണ് നമുക്കൊരു ആശയം തോന്നിയത്, ഇത് നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ലൈബ്രറി പോലെ എന്തായാലും ഈ തരത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു ഓപ്പൺ ലൈബ്രറി, തുറന്ന വായനശാല എന്നുള്ള കൺസെപ്റ്റിലേക്ക് അപ്പോഴാണ് എത്തിച്ചേർന്നത്. പെട്ടെന്നാണ് തീരുമാനം ഉണ്ടായത്. അതിന് സാങ്കേതിക കാരണമൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു, നല്ല ആശയമാണെന്ന് പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണ്. ഒരുപാട് പുസ്തകങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏകദേശം 150ഓളം പുസ്തകം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ആശയം മാത്രമാണ്, കൺസെപ്റ്റ് മാത്രമാണ്. ഇത് ഇത്തരത്തിലും കൂടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യവും അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ പ്രാധാന്യവും മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയട്ടെ. അതിനു വേണ്ടിയുള്ളൊരു കാര്യമാണ് ഈ ഒരു ആശയം. വായനാ വണ്ടി എന്നാണ് നമ്മളിതിന് പേരിട്ടിട്ടുള്ളത്. സ്കൂളിലെ കുട്ടികൾക്കും അപ്പുറത്ത് നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.